Bismillahirrahmanirrahim. Alhamdulillahi rabbil alamin. Wassalatu wassalamu ala ashrafil mursalin wa ala alihi wa sahbihi ajma'in wa man tabi'ahum bi ihsan ila yawmiddin. ബഹുമാന്യനായ അധ്യക്ഷൻ, ഈ സ്ഥാപനത്തിൻ്റെ പ്രിൻസിപ്പൽ പി അബ്ദുൽ ഹക്ക് സാർ, ഇവിടെ ഉപഹാര സമർപ്പണം നടത്തിയ ഇസ്ലാമിയ അസോസിയേഷൻ്റെ പ്രസിഡന്റ് കെ സുബൈർ സാഹിബ്, റഹ്മത്തുള്ള സാർ, ഇസ്ലാഹിയുടെ അഡ്മിനിസ്ട്രേറ്റർ MT അബ്ദുൽ ഹക്കീം സാർ, എൻ്റെ പ്രിയപ്പെട്ട അധ്യാപിക കെ സുബൈദ ടീച്ചർ, പ്രിയപ്പെട്ട സഹപ്രവർത്തകൻ കൂടിയായ നിങ്ങളുടെ അധ്യാപകൻ KP മൻസൂർ അലി, ഉബൈദ് ക്ലൈവ്, ശ്രീനിഷ സഫറുള്ള മാഷ്, ഈ മാഗസിൻ സമർപ്പണം നടത്തിയ മാഗസിൻ്റെ എഡിറ്റർ ആയിഷ ഇലിയാസ്, VP ഷൗക്കത്ത് അലി മാഷ്, മറ്റു വിദ്യാർത്ഥിനികളെ, പ്രിയപ്പെട്ട അധ്യാപക സുഹൃത്തുക്കളെ, എൻ്റെ ഗുരുനാഥേ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ആദ്യമായി ഇത്തരമൊരു ചടങ്ങിൻ്റെ, പ്രൗഢമായ ചടങ്ങിൻ്റെ ഭാഗമാകാൻ കഴിഞ്ഞതിലുള്ള സന്തോഷം, ആഹ്ലാദവും രേഖപ്പെടുത്തുന്നു. ഒരു ഇസ്ലാഹിയ പൂർവ്വ വിദ്യാർത്ഥിയെ സംബന്ധിച്ചിടത്തോളം കിട്ടാവുന്ന ഏറ്റവും വലിയ സൗഭാഗ്യമായിട്ട് തന്നെയാണ് ഞാൻ ഈ ചടങ്ങ് കാണുന്നത്. എൻ്റെ അധ്യാപകരായി വളരെ ചുരുക്കം പേരെ വിടുന്നു. ദുബൈ ടീച്ചറും റിയ ടീച്ചറും റഹ്മത്തുള്ള സാറ്, യാഹു മാഷ്, അവരൊക്കെ മുമ്പിൽ ഇങ്ങനെ എഴുന്നേറ്റ് നിൽക്കാൻ കഴിയുന്നത് മറ്റൊരു വലിയ ഭാഗ്യമാണ്. ഏതായാലും ഞാനിതിൻ്റെ താളുകളിലൂടെ വളരെ വിശദമായൊരു സഞ്ചാരം നടന്നു. തീർച്ചയായും പുതിയ കാലത്തോട്, ആ കാലത്തിൻ്റെ ആകുലതകളോട്, അതിൻ്റെ സംഘർഷങ്ങളോട് വളരെ കൃത്യമായി എന്നാൽ വളരെ സൂക്ഷ്മമായി സംവേദനം നടത്തുന്ന, ഇടപെടുന്ന സൃഷ്ടികളാണ് ഇതിൽ കാണാൻ കഴിയുന്നത്. പുതിയ കാലത്തിൻ്റെ സംഘർഷങ്ങൾ എന്ന് പറയുമ്പോൾ നമുക്കറിയാം, നമ്മളൊരു അർദ്ധ ഫാഷിസ്റ്റ് ലോകക്രമത്തിലാണ് ജീവിക്കുന്നത്. ആ ഫാഷിസം നമ്മുടെ സാമൂഹിക അന്തരീക്ഷത്തിന് മേൽ സൃഷ്ടിക്കുന്ന ഭീകരമായ ആഘാതങ്ങളെ കൃത്യമായി അഭിസംബോധന ചെയ്യുന്നു എന്നുള്ളതാണ് ഈ മാഗസിൻ്റെ യഥാർത്ഥ സവിശേഷത. അതിനൊപ്പം മുതിർന്നവരായ അധ്യാപകർക്കും മറ്റുമൊക്കെ വലിയൊരു ചൂണ്ടുവലക കൂടിയാണ് ഈ മാഗസിൻ. എന്നുവെച്ചാൽ നമ്മുടെ പുതിയ തലമുറ എപ്രകാരമാണ് ചിന്തിക്കുന്നത്, അവരുടെ ചിന്താമണ്ഡലം, അവരുടെ ബോധമണ്ഡലം, അവരുടെ ആവിഷ്കാര രീതി എപ്രകാരമാണ് എന്നുള്ളത് സംബന്ധിച്ച നമുക്കൊരു പാഠപുസ്തകമാണ് സത്യത്തിൽ ഈ മാഗസിൻ. തീർച്ചയായും വലിയ അധ്വാനം ഇതിന് പിന്നിലുണ്ടാകും എന്നറിയാം. ഒരിക്കലും ഈ കുട്ടികൾ ഇതിനു വേണ്ടി ചെലവഴിച്ച ഊർജം, നിങ്ങൾ ഇതിനു വേണ്ടി പാഴാക്കിയ അധ്വാനം വെറുതെയാവില്ല എന്ന് ഇതുപോലെ മാഗസിന് വേണ്ടി പ്രവർത്തിച്ച ഒരാളെന്ന നിലയ്ക്ക് എനിക്ക് ഉറപ്പിച്ച് പറയാൻ കഴിയും. ഇവിടെ അതിൻ്റെ എഡിറ്റർ ഒരാഗ്രഹം സൂചിപ്പിക്കേണ്ടത് അവർക്കൊരു പുസ്തകം അവരുടെ സ്വന്തമായി ഇറക്കണം. തീർച്ചയായും അവർ ഈ മാഗസിൻ അല്ലാതെ തന്നെ പുസ്തക രൂപത്തിൽ തന്നെ അവരുടെ പുസ്തകം ഇറങ്ങുമെന്ന കാര്യത്തിൽ ഒരു സംശയവും. 10 വർഷം മുമ്പ് ഇതുപോലൊരു മാഗസിൻ പ്രകാശന ചടങ്ങിൽ ഞങ്ങൾ കൊണ്ടുവന്നത് UK കുമാരൻ എന്ന് പറയുന്ന എഴുത്തുകാരനെ. 10 വർഷങ്ങൾക്കപ്പുറം എൻ്റെ പുസ്തക പ്രകാശനത്തിന് UK കുമാരൻ വരികയില്ല. തീർച്ചയായും ഈ എഡിറ്ററുടെ ആയിഷ ഇലിയാസിൻ്റെ പുസ്തക പ്രകാശന ചടങ്ങിലേക്ക് എന്നെ കൂടി വിളിക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഏതായാലും ഇതിൻ്റെ അധ്വാനത്തെക്കുറിച്ച് പറഞ്ഞു. ഈ യഥാർത്ഥത്തിൽ മാധ്യമപ്രവർത്തന ലോകത്തേക്ക്, എഴുത്തിൻ്റെ, സാഹിത്യത്തിൻ്റെ ഒക്കെ ലോകത്തേക്കുള്ള വിദ്യാർത്ഥികൾക്കുള്ള വലിയ പ്രവേശികയാണ് മാഗസിൻ എന്ന് പറയുന്നത്. നമ്മൾ പോലും അറിയാതെ നമ്മുടെ കരിയറിനെ, നമ്മുടെ ഭാവിയെ രൂപപ്പെടുത്തുക എന്നൊരു സവിശേഷത ഈ ക്യാമ്പസിനുണ്ട്. എന്നെ സംബന്ധിച്ചോളം വ്യക്തിപരമായി പറയുകയാണെങ്കിൽ മാധ്യമപ്രവർത്തനം എന്നുള്ളത് എൻ്റെ വിദൂരമായ സ്വപ്നങ്ങളിൽ പോലും ഉണ്ടായിരുന്നു. അല്ലെങ്കിൽ കുറച്ചാളെങ്കിലും അറിയുന്ന എഴുത്തുകൾ എഴുതുക എന്നുള്ളത് എൻ്റെ അനധിവിദൂരമായ സ്വപ്നങ്ങളിൽ പോലും, എൻ്റെ രക്ഷിതാക്കളുടെ സ്വപ്നങ്ങളിൽ പോലും ഉണ്ടായിരുന്നു. ഡിഗ്രി കഴിഞ്ഞപ്പോഴും അങ്ങനെ ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു. വളരെ യാദൃശ്ചികമായാണ് മാധ്യമപ്രവർത്തനത്തിലേക്ക് എത്തുന്നത്. പക്ഷേ ഇസ്ലാഹിയ
വളരെ കൃത്യമായ പരിശീലനം ഞാൻ അറിയാതെ എനിക്ക് നൽകിക്കൊണ്ടിരുന്നു എന്നുള്ളതാണ് വസ്തുത. ഞങ്ങൾ 2007 പുറത്തിറങ്ങിയ ഇൻറ്റിമേറ്റ് സ്ട്രേഞ്ചേഴ്സ് എന്ന് പറയുന്ന മാഗസിൻ, ടീച്ചർക്കൊക്കെ അറിയാം. ആ മാഗസിനാണ് സത്യത്തിൽ എൻ്റെ പത്രപ്രവർത്തന ജീവിതത്തിലെ ആദ്യത്തെ പരിശീലന കളരി എന്നുള്ളത് കൃത്യമായി പറയാൻ കഴിയും. ഇന്ന് വാരാമാധ്യമത്തിൻ്റെ എഡിറ്റോറിയലിൽ ഞാൻ ചെയ്യുന്ന, അല്ലെങ്കിൽ ഞങ്ങളെ സുഹൃത്ത് KP മൻസൂറൊക്കെ ചെയ്യുന്ന ഏതാണ്ട് എല്ലാ പണികളും അന്ന് ചെയ്തിരുന്നു എന്നുള്ളതാണ് വസ്തുത. അതിപ്പോൾ കണ്ടൻറ് മാനേജ്മെൻറ്റ്, വിഷയ തിരഞ്ഞെടുപ്പായാലും, അത് എഴുത്തുകാരെ അസൈൻ ചെയ്യുന്ന കാര്യമാണെങ്കിലും, അവരുടെ അടുത്തുനിന്ന് വാങ്ങുന്ന കാര്യം, നമ്മൾ ഒരാളെ പോയി നേരിട്ട് അഭിമുഖം നടത്തുന്ന കാര്യം, അത് കമ്പോസ് ചെയ്യുക, ടൈപ്പ് ചെയ്യുക, അത് പ്രൂഫ് നടത്തുക, ലേഔട്ട് ചെയ്യുക, അങ്ങനെ തുടങ്ങി ഇതിൻ്റെ സാങ്കേതികവും സർഗാത്മകവുമായ മാധ്യമപ്രവർത്തനത്തിൻ്റെ എന്തെല്ലാം പ്രക്രിയയുണ്ടോ അതെല്ലാം ഇവിടുന്ന് നടത്തിയിരുന്നു എന്നുള്ള വസ്തുത. ഞങ്ങൾ തന്നെയാണ് അത് ടൈപ്പ് ചെയ്തത്. ഇന്നത്തെ പോലെ മൊബൈൽ ടൈപ്പിംഗ് എന്ന സംവിധാനമില്ല. അപ്പം എല്ലാ എഡിറ്റോറിയൽ ബോർഡിലെ എല്ലാ മെമ്പേഴ്സും ISM ടൈപ്പിംഗ് പഠിച്ചു, എല്ലാവരും പേജ് മേക്കർ പഠിച്ചു. പിന്നെ മാധ്യമത്തിൽ ചെന്നപ്പോൾ മാധ്യമത്തിൽ പേജ് ഡിസൈനിങ് നടക്കുന്ന അഡോബ് പേജ് മേക്കറിലാണ്. എന്തിനേറെ പറയുന്നു, ഈ ലോക്കൽ ഏരിയ നെറ്റ്വർക്ക് എന്ന് പറയുന്ന സംഘടന, ഇപ്പോൾ ഒരു റൂമിൽ 5 കമ്പ്യൂട്ടർ ഉണ്ടെങ്കിൽ ആ 5 കമ്പ്യൂട്ടറുകളും തമ്മിലുള്ള കണക്ഷൻ, അതിൻ്റെ പ്രശ്നങ്ങൾ, ഇതിൻ്റെ സാങ്കേതിക വിദ്യ വരെ ഇസ്ലാഹിയിൽ നിന്ന് പഠിച്ചു എന്നുള്ളതാണ് ആ കാലം നൽകിയ ഒരു വലിയ സംഭാവന. അത് പിൽക്കാലത്ത് നമ്മുടെ മാധ്യമപ്രവർത്തന കരിയറിലൊക്കെ വലിയ ഉപകാരപ്പെടുകയും ചെയ്തു. അതുകൊണ്ട് തന്നെ ഇതിനു വേണ്ടിയുള്ള അധ്വാനം തീർച്ചയായും വലിയ മുതൽക്കൂട്ടാവും എന്ന് തന്നെയാണ് എനിക്ക് പ്രാഥമികമായി സൂചിപ്പിക്കാനുള്ളത്. അന്ന് ഈ വ്യവസായ പ്രസംഗത്തിൽ സൂചിപ്പിച്ച പോലെ വലിയ പ്രയാസങ്ങളും പ്രതിബന്ധങ്ങളും, കാരണം ഒരു ദീർഘ ഇടവേളയ്ക്ക് ശേഷമാണ് അന്ന് ഒരു പ്രിന്റഡ് മാഗസിൻ ഇറക്കുന്നത്. വലിയ പ്രയാസങ്ങളിലൂടെ അന്ന് കടന്നുപോയി. സാമ്പത്തികമായ പ്രശ്നങ്ങളുണ്ട്, മറ്റു ആഭ്യന്തരമായ പ്രശ്നങ്ങളുണ്ട്. അന്ന് പ്രകാശന ചടങ്ങിൽ സുബൈർ ടീച്ചർ പറഞ്ഞൊരു വാക്ക് ഞാൻ എപ്പോഴും ഓർക്കുന്നത്, ഞങ്ങളെപ്പോഴും പറയാറുണ്ട്, നിങ്ങളുടെ കണ്ണീർ കണങ്ങൾ കൊണ്ടാണ് ഇതിലെ അക്ഷരങ്ങൾ പുറത്തു വെച്ചിരിക്കുന്നത് ടീച്ചർ എന്ന് പറയുന്നത്. അത് ആ വാക്കുകൾ അക്ഷരാർത്ഥത്തിൽ ശരിയായിരുന്നു. അതാണ് സുബൈർ സാഹിബ് പറഞ്ഞ പോലെ ഇസ്ലാഹിയുടെ ചരിത്രം മുതലിറങ്ങിയ മാഗസിനുകൾക്കൊക്കെ അങ്ങനെ ഒരു വേദനയുടെ ചരിത്രമുണ്ട് എന്ന് അദ്ദേഹം കൃത്യമായി സൂചിപ്പിച്ചത് അതുകൊണ്ടാണ്. ഇതിലെ എഴുത്തുകളിലൂടെ കടന്നു പോകുമ്പോൾ എനിക്ക് മനസ്സിലായ സംഗതി, ഒരു സൂക്ഷ്മമായ അന്വേഷണത്തിൻ്റെയും ഗവേഷണത്തിൻ്റെയും ഒക്കെ ഒരു തലം ഇതിലെ എഴുത്തുകൾക്കുണ്ട് എന്നും, എഴുത്തിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഘടകം എന്ന് പറയുന്നത് തന്നെ ആ ഒരു ഗവേഷണവും അന്വേഷണവും തന്നെയാണ്. നല്ല ഭാഷ നമുക്ക് കൈവശമുണ്ട്, നല്ല പ്രയോഗങ്ങൾ നമ്മുടെ കയ്യിലുണ്ട്, നല്ല ഉപമകൾ നമ്മുടെ കയ്യിലുണ്ട് എന്ന് വെച്ച് നമുക്ക് നല്ലൊരു എഴുത്ത് എഴുതാൻ കഴിഞ്ഞുകൊള്ളണമെന്നില്ല. അങ്ങനെ എഴുതപ്പെട്ട സാഹിത്യങ്ങളൊക്കെ ഉണ്ട്. അത് ചിലപ്പോൾ ഒരു 5-6 പേജ് വായിച്ച് വായനക്കാരൻ നിർത്തിയെന്ന് വരാം. അതേസമയം ഒരു ഗവേഷണവും മൗലികമായ അന്വേഷണവും ഉള്ളടക്കം ചെയ്യപ്പെട്ട എഴുത്ത് എന്ന് പറയുന്നത് അത് സമൂഹത്തിൽ സവിശേഷമായ ശ്രദ്ധ ആകർഷിക്കുന്ന ഒന്നാണ്. നമ്മുടെ പുതിയ കാല എഴുത്തുകളിൽ പലതും എടുത്ത് നോക്കൂ. ഇപ്പോൾ നിങ്ങൾ TD രാമകൃഷ്ണൻ്റെ നോവലുകൾ എടുത്ത് നോക്കൂ, AR നീലയുടെ ആരാച്ചാർ എടുത്ത് നോക്കൂ. ഇതിലൊക്കെ വലിയൊരു ഗവേഷണം നമുക്ക് കാണാൻ കഴിയും. കേവലമായ റൂമിലിരുന്ന് അവരുടെ കയ്യിലുള്ള ഭാഷയും സാഹിത്യവും വെച്ച് അവരങ്ങ് എഴുതി തീർക്കുന്ന രചനകളല്ല. അതിൻ്റെ വർഷങ്ങൾ 20 വർഷം കഴിഞ്ഞിട്ട് അവർ പുതിയ ലേഖനം വന്നത് ഹിസ്റ്ററി ഓഫ് അറ്റ്മോസ്ഫിയർ ഹാപ്പിനെസ്. അത് വായിച്ചാൽ അവരുടെ ഒരു ഗവേഷണത്തിൻ്റെ തലം, അവരുടെ വർഷങ്ങളായിട്ടുള്ള അന്വേഷണം അതിൽ നമുക്ക് നിഴലിച്ച് കാണാൻ കഴിയുമെന്നുള്ളതാണ്. ബെന്യാമിൻ്റെ ആടുജീവിതം മലയാളത്തിലെ ഇതിഹാസങ്ങളായ സാഹിത്യകൃതികളോട് തുലനം ചെയ്യുമ്പോൾ സാഹിത്യപരമായോ ഭാഷാപരമായോ വലിയൊരു സാഹിത്യകൃതിയാണ് എന്ന് നമ്മളിൽ ആർക്കും അഭിപ്രായം ഉണ്ടാവില്ല. പക്ഷേ നമ്മൾ ഇതുവരെ എക്സ്പ്ലോർ ചെയ്യാത്ത, നമ്മൾ ഇതുവരെ ചെന്നെത്താത്ത, നമ്മുടെ ഭാവനകൾ എത്താത്ത ഒരു അനുഭവ ലോകം ആടുജീവിതം നമുക്ക് മുന്നോട്ട് വെക്കുന്നു എന്നുള്ളതാണ് ആ സൃഷ്ടി അത്രമേൽ ജനകീയമാവാനുള്ള കാരണം. അപ്പം ഞാൻ പറഞ്ഞു വരുന്നത്, ഈ ഒരു അന്വേഷണം, ഈ ഒരു ഗവേഷണം നമ്മുടെ എഴുത്തിൽ നിർബന്ധമായും ഉള്ളടക്കം ചെയ്യപ്പെടേണ്ട ഒന്നാണ് എന്നുള്ളതാണ്. ആ അന്വേഷണം തുടങ്ങേണ്ടത് നമ്മളിൽ നിന്ന് തന്നെയാണ് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട സംഗതി. കമ്മ്യൂണിക്കേഷൻ്റെ ഭാഷയിൽ അതിന് ഇൻട്രാപേഴ്സണൽ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയും. നമ്മളിൽ നിന്ന് തുടങ്ങേണ്ട ആത്മാന്വേഷണം, അത് ആ ഒരു അനുഭവ ലോകത്തേക്ക് നമ്മളെത്തും. ആ അന്വേഷണത്തിൽ നിന്ന്, അത് ഇപ്പോൾ നമ്മൾ വായിച്ച പുസ്തകത്തിൽ നിന്നാവാം, നമ്മൾ ചെയ്ത യാത്രകളിൽ നിന്നാവാം, നമ്മളിലെ ചരിത്രം ഉതകി അന്വേഷിച്ച് കണ്ടെത്തുന്നതാവാം, അങ്ങനെ പലതുമാവാം. ആ ഒരു അനുഭവ ലോകത്തേക്ക് നമ്മൾ നമ്മുടെ സ്വന്തത്തിൽ നിന്ന് എത്തുന്നതോടുകൂടി വലിയൊരു കവാടം നമുക്ക് മുമ്പിൽ തുറക്കപ്പെടുന്നു. നമ്മുടെ ചുറ്റുപാടും, നമ്മുടെ പരിസരങ്ങളിൽ അറിവിൻ്റെ, അനുഭവത്തിൻ്റെ വലിയൊരു ലോകം, വലിയൊരു കലവറ തുറന്നു കിടപ്പുണ്ട്. ഇത്ര കാലമായിട്ടും ആളുകൾ ഇതുവരെ ചെന്നെത്താത്ത അറിവിൻ്റെ, അനുഭവങ്ങളുടെ വലിയൊരു ലോകം നമുക്ക് ചുറ്റുമുണ്ട് എന്നുള്ളതാണ് വസ്തുത. അത് ചെറിയൊരു ഉദാഹരണം പറയാം. ഞാനിപ്പോൾ കഴിഞ്ഞ ദിവസം AT അദ്ദേഹത്തിൻ്റെ പേര്, ആംഗ്ലോ മാർപ്പിള യുദ്ധം എഴുതിയ AK കോളൂർ, അദ്ദേഹത്തിൻ്റെ ഒരു പുസ്തകം ഉണ്ട്.
ആംഗ്ലോ മാപ്പിള യുദ്ധം എന്ന് പറയുന്ന മലബാർ വിപ്ലവവുമായി ബന്ധപ്പെട്ട വളരെ ഗഹനമായ വളരെ ഗ്രാസ് റൂട്ട് ലെവലുള്ള റിസർച്ചുള്ള ഒരു പുസ്തകമാണ്. അത് പുസ്തകം ഇപ്പോൾ ഔട്ട് ഓഫ് പ്രിൻ്റാണ്. ഞാൻ അദ്ദേഹത്തിൻ്റെ വീട്ടിൽ പോയി, മരിച്ചിട്ട് കുറേ വർഷങ്ങളായി, അദ്ദേഹത്തിൻ്റെ മക്കളിൽ നിന്ന് ആ പുസ്തകം ശേഖരിക്കുന്നത്. അപ്പോൾ അത് വായിച്ചപ്പോൾ നെന്മിനി യുദ്ധം എന്ന് പറയുന്ന ഒരു യുദ്ധത്തെക്കുറിച്ചാണ് താമസിക്കുന്നത്. അപ്പോൾ അത് വായിച്ച് നോക്കിയപ്പോഴാണ് എൻ്റെ നാട്ടുകാരനായ ചേക്കു ഹാജി, പെരുമ്പല സ്വദേശിയായ ചേക്കു ഹാജിയാണ് ആ യുദ്ധത്തിന് നേതൃത്വം നൽകി ബ്രിട്ടീഷുകാർക്ക് 1919. അപ്പോൾ ഞാൻ എൻ്റെ നാട്ടിലെ പ്രമുഖരായ രാഷ്ട്രീയക്കാരോടും അത്യാവശ്യം എഴുത്തും വായനകളുള്ള ആളുകളോട് ചോദിച്ചു, ഇങ്ങനെ ആളെക്കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? ആരും കേട്ടിട്ടില്ല, ഇതുവരെ എവിടെയും എഴുതപ്പെട്ടിട്ടുമില്ല. അപ്പോൾ അതൊരു വലിയ കവാടമായിരുന്നു. അങ്ങനെ അദ്ദേഹത്തിൻ്റെ ഈ വീട്ടുപേര് നോക്കിയിട്ട് ആ കുടുംബക്കാരെ കണ്ടെത്തുന്നു. അത് പഴയ തലമുറ ഈ ഇദ്ദേഹത്തിൻ്റെ മക്കളെ കുറിച്ചുള്ള ഓർമ്മകൾ പങ്കുവെക്കുന്നു. അങ്ങനെ വലിയ നമ്മൾ ഇതുവരെ എത്താത്ത വലിയൊരു അറിവിൻ്റെ ലോകത്തേക്ക് ചെറിയൊരു അക്ഷരം ആ പുസ്തകത്തിൽ വായിച്ചു പോയ ഒരു വരി നമുക്ക് പ്രവേശികയാവുകയായിരുന്നു. അതുപോലെ നമ്മുടെ ചുറ്റിലൊക്കെ ഉണ്ടാവും. ഇപ്പോൾ മലബാർ വിപ്ലവത്തിൻ്റെ തന്നെ കാര്യം പറയുകയാണെങ്കിൽ 100-ാം വർഷത്തിലേക്ക് കടക്കുകയാണ്. നമ്മുടെ ഓരോരുത്തരുടെ പ്രദേശത്തും ഇതുവരെ ആരും എത്താത്ത അത് സംബന്ധിച്ച വിലപ്പെട്ട വിവരങ്ങൾ, അനുഭവങ്ങൾ ഒളിഞ്ഞു കിടക്കുന്നുണ്ടാവും എന്ന കാര്യത്തിൽ ഒരു സംശയമുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ഉദാഹരണം പറഞ്ഞാൽ നമ്മുടെ ചുറ്റുപാടും ജീവിക്കുന്ന വളരെ എത്തനിക്കായ യുനീക്കായ ഏതെങ്കിലും കമ്മ്യൂണിറ്റി ഉണ്ടാവും. അവർക്കിടയിൽ വലിയ അറിവിൻ്റെ സ്രോതസ് ചിലപ്പോൾ ഒളിഞ്ഞു കിടക്കുന്നുണ്ടാവും. പാട്ടുകളായിട്ടോ അല്ലെങ്കിൽ കടങ്കഥകളായിട്ടോ പഴഞ്ചൊല്ലുകളായിട്ടോ നാടോടി കഥകളായിട്ടോ ഒക്കെ കണ്ടു. അപ്പം അതിലേക്ക് എത്തുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട. അങ്ങനെ ആ ഒരു മൗലികമായ അന്വേഷണം കൊണ്ട് സമ്പന്നമാകേണ്ടതാണ് നമ്മുടെ എഴുത്തുകൾ എന്നാണ് ഞാൻ പറഞ്ഞതിൻ്റെ ചുരുക്കം. ചെറിയ ഉദാഹരണങ്ങൾ അതിനു വേണ്ടി പറഞ്ഞു എന്ന് മാത്രം. ഈ ഒരു മൗലികതയുടെ അഭാവം പുതിയ കാല രചനകളിൽ, ഈ മാഗസിൻ്റെ കാര്യം തന്നെയാണ്, ദിവസം ഒരു 10 കഥകളും ഒരു 20 കവിതകളും വായിക്കാൻ നിർബന്ധിതനായ ആളാണ് ഞാൻ. എൻ്റെ ജോലി അതാണ്. അപ്പോൾ നമ്മുടെ ഒരു ടാർഗറ്റ് ഓഡിയൻസ് ഈ കമ്മ്യൂണിറ്റി ആയതുകൊണ്ട് തന്നെ നമുക്ക് ഏറ്റവും കൂടുതൽ രചനകൾ വരുന്നതും ഈ കമ്മ്യൂണിറ്റിയിൽ നിന്നാണ്. പക്ഷേ ആ രചനകളുടെയൊക്കെ ഒരു പൊതു സ്വഭാവം എന്ന് പറയുന്നത് ഞാൻ നേരത്തെ പറഞ്ഞ ഗവേഷണത്തിൻ്റെ അന്വേഷണത്തിൻ്റെ അഭാവമാണ്. അപ്പോൾ അത് ഈ കവിതയിലും ഈ പറഞ്ഞ അന്വേഷണം വേണ്ടതുണ്ട്, കഥയിലും അനുഭവത്തിലും നമ്മുടെ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ആണെങ്കിൽ പോലും അത് വേണ്ടതുണ്ട്. അത്തരമൊരു അഭാവം നിഴലിക്കുന്നുണ്ട്. നമ്മളൊരു കേസ് സ്റ്റഡി എന്ന നിലക്ക് നമ്മുടെ മുഖ്യധാര ആനുകാലികങ്ങൾ എടുത്ത് നോക്കിയാൽ മാതൃഭൂമിയായാലും മലയാളമായാലും മാധ്യമമായാലും ഈ കമ്മ്യൂണിറ്റിയുടെ റെപ്രസെൻറ്റേഷൻ എത്രത്തോളം ഉണ്ട് എന്നുള്ളത് ഒരു 6 മാസത്തെ എടുത്തിട്ട് നമ്മളൊരു കേസ് സ്റ്റഡി നടത്തി നോക്കിയാൽ വളരെ പരിതാപകരമാണ് എന്ന് നമുക്ക് കാണാൻ കഴിയും. പുതിയ ഉണർവുകൾ ഇല്ല എന്ന് ഞാൻ പറയുന്നില്ല, അത് ഉണ്ട്, തീർച്ചയായിട്ടും ഉണ്ട്. പുതിയ വലിയ ചലനങ്ങൾ, നിശബ്ദ വിപ്ലവങ്ങൾ നടക്കുന്നുണ്ടാണ്. പക്ഷേ ഒരു വിസിബിലിറ്റി പ്രോബ്ലം ഉണ്ട് എന്നുള്ളത് വളരെ കൃത്യമാണ്. സത്യത്തിൽ ഇങ്ങനെ സംഭവിക്കാൻ പാടില്ലാത്തതാണ് അല്ലേ? കാരണം ഈ ഒരു കമ്മ്യൂണിറ്റിയുടെ ചരിത്രം പരിശോധിച്ചാൽ ഇത്രമേൽ സാഹിത്യ സമ്പന്നരായ ഒരു തലമുറ വേറെ ഇല്ല, ഒരു സമൂഹം വേറെ ഇല്ല ഈ കേരളത്തിൽ എന്ന് നമുക്ക് കാണാൻ കഴിയും. നോക്കൂ, മലയാള ഭാഷ, ഈ മലയാള ഭാഷ ഇതിൻ്റെ ഇന്നത്തെ ലിപി രൂപം കൊള്ളുന്നതിന് മുമ്പ് തന്നെ ഈ കമ്മ്യൂണിറ്റി അവർ സ്വന്തമായ ഒരു ഭാഷ കണ്ടെത്തി. 19-ാം നൂറ്റാണ്ടിലാണ് അറബി മലയാളം എന്ന് നമ്മൾ ഇന്ന് വ്യവഹരിക്കുന്ന ഭാഷ രൂപം കൊള്ളുന്നത്. അത് ആ കാലഘട്ടത്തിൽ നിലനിന്ന ഒരു ഭാഷാക്രമത്തോടുള്ള കലഹം എന്ന നിലയ്ക്ക് രൂപപ്പെട്ടതാണ്. ആ കാലത്ത് ആര്യനെഴുത്ത് എന്ന് പറയുന്നത് സവർണ്ണ മാടമ്യമാർക്ക് മാത്രം എഴുതാനും വായിക്കാനുമുള്ള ഒരു മാധ്യമം, ഒരു ഭാഷാ മാധ്യമമായി നിലനിൽക്കുന്ന സമയത്താണ് നമ്മുടെ പൂർവികർ ഇങ്ങനെ ഒരു അറബി ലിപിയിലുള്ള ഒരു മലയാളം എന്നതിനെ കുറിച്ച് ഒരു ചിന്ത കൊണ്ടുവരുന്നത്. തുടർന്ന് അങ്ങോട്ട് എഴുത്തുകളുടെ പ്രവാഹമായിരുന്നു. ഇപ്പോൾ തുഞ്ചത്തെ വ്യത്യാസം ആധ്യാത്മരാമായണം എഴുതുന്ന, പൂന്താനം ജ്ഞാനപ്പാന എഴുതുന്ന, ഏതാണ്ട് അതേ കാലഘട്ടത്തിൽ മലയാളത്തിൽ അറബി ലിപിയിലുള്ള മലയാളത്തിൽ മൊഹീദ്ദീമാല, ഭക്തി പ്രസ്ഥാനത്തിന്റെ ഭാഗമായി മൊഹീദ്ദീമാല രൂപം കൊള്ളുന്നു. അതിനുശേഷം അതാ കുഞ്ഞാലി മുസ്ലിയാരുടെ ലോകത്തെ ഏത് ദാർശനിക കാവ്യത്തോടും താരതമ്യപ്പെടുത്താവുന്ന തരത്തിലുള്ള ഒരു ദാർശനിക കാവ്യം കപ്പപ്പാട്ടും നൂൽമധുവും കുഞ്ഞാലി മുസ്ലിയാരുടെ വക രചിക്കുന്നു. ഈ കേരളീയ സമൂഹം അച്ചടിയിലേക്ക് പ്രവേശിച്ച അപ്പോൾ തന്നെ ഈ സമുദായം വളരെ ആവേശത്തോടുകൂടി അച്ചടിയിലേക്ക് രംഗപ്രവേശനം ചെയ്യുന്നു നമുക്ക് കാണാം. നമ്മുടെ മലയാള ഭാഷയിലെ ആദ്യത്തെ നോവലായിട്ട് പറയാനുള്ളത് കുന്തലതയാണ്. ലക്ഷണമൊത്ത നോവലായിട്ട് ഇന്ദുലേഖയോ ചന്തുമേനോന്റെ പറയാറുണ്ട്. പക്ഷെ സത്യത്തിൽ ഈ കുന്തലത എഴുതപ്പെടുന്നതിന്റെ 10 വർഷം മുമ്പ് 1866 അറബി മലയാള ലിപിയിൽ ചാർ ദർവേഷ് ഖിസ്സ എഴുതപ്പെട്ടിട്ടുണ്ട്. നാലകത്ത് വൈദ്യമുത്തി ഹാജിയുടെ എഴുതപ്പെട്ടിട്ടുണ്ട്. പക്ഷെ നമ്മുടെ ഭാഷാ സാഹിത്യത്തിൽ അത് കാണാനില്ല. അതാണ് വസ്തുത. അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത്, ഇങ്ങനൊരു സമ്പന്നമായ പാരമ്പര്യം ഏത് കമ്മ്യൂണിറ്റിയേക്കാളും മുകളിൽ നിൽക്കുന്ന ഒരു നമ്മുടെ പഴയ തലമുറയോട് സംസാരിച്ചാൽ അറിയാം, അവർ നമ്മളെക്കാൾ സാഹിത്യവും എഴുത്തുമായി ബന്ധപ്പെട്ട ആളുകളായിരുന്നു. നമ്മളിന്ന് പറയുന്ന ഈ ഒരു സ്റ്റാൻഡേർഡൈസ്ഡ് മലയാളമുണ്ടല്ലോ, മാനക മലയാളം, അതായിരുന്നില്ല അവരുടെ ലിപി എന്നുള്ളത് വ്യത്യാസം മാത്രമേ ഉള്ളൂ. അവർ നിരന്തരം നോവൽ വായിച്ചിരുന്നു, നിരന്തരം പാട്ടുകൾ പാടിയിരുന്നു, കവിതകൾ വായിച്ചിരുന്നു, എഴുത്തിന്റെ ലോകത്ത് തന്നെയായിരുന്നു. എൻ്റെ വല്യമ്മ 1 വർഷം മുമ്പ് മരിച്ചു.
അവർ എനിക്ക് മരിച്ചപ്പോൾ എനിക്ക് അവരിൽ നിന്ന് കിട്ടിയ ഇതെന്ന് പറയുന്നത് ഒരുപാട് അറബി മലയാളത്തിലുള്ള നോവലുകൾ, യൂസഫ് ഖിസ്സയുണ്ട്, അങ്ങനെ പല നോവലുകളും പല ബൈത്തുകളും വേർഡുകളും എനിക്ക് ഇതിൽ നിന്ന് കിട്ടിയത്. അപ്പോൾ അവരോട് സംസാരിക്കുമ്പോഴാണ് എൻ്റെ ഒരു ഗവേഷണത്തിൻ്റെ ഭാഗമായിട്ട് ഒരു ഓറൽ ഹിസ്റ്ററി നൽകി അവരുടെ ഭാഗം ഉൾപ്പെടുത്തിയിരുന്നു. അവർ ആ കാലഘട്ടത്തിൽ വായിച്ച നോവലുകൾക്ക് കയ്യും കണക്കുമില്ല, എല്ലാം ഈ ലിപിയിലായിരുന്നു. ഒരുപാട് നോവലുകൾ, സുബൈദ, ഖമറുസ്സമാൻ, ഖുദർ നബിയെ കണ്ട സുബൈദ, അങ്ങനെ തുടങ്ങി 1800 കാലയളവിൽ നമ്മുടെ പൂർവികർ എഴുതിയ സാഹിത്യം എന്ന് പറയുന്നത് അത്രമേൽ സമ്പന്നമാണ്. 901 ഈ അടുത്ത ദിവസം എനിക്കൊരു കാറ്റലോഗ് എൻ്റെ ഒരു സുഹൃത്ത് കാണിച്ചു തന്നു. 901 മൗലത്തുൽ ഇസ്ലാം സഭ പൊന്നാനിയിൽ നിന്ന് ഇറക്കി, അവിടുത്തെ അതിൻ്റെ കീഴിലുള്ള PKM കമ്പനി ഇറക്കിയ ഒരു ലഘുലേഖയല്ല, ഒരു ഇൻഡെക്സ്. ആ ഇൻഡെക്സ് അത്രയും കാലം ഈ മാപ്പിള മലയാളത്തിൽ എഴുതപ്പെട്ട കൃതികളുടെ ഒരു ഇൻഡെക്സ് ആണ്. അത് വായിക്കുമ്പോൾ, ആ ഇൻഡെക്സ് വായിക്കുമ്പോൾ നമ്മൾ അക്ഷരാർത്ഥത്തിൽ അത്ഭുതപ്പെട്ടു പോകും. അത്രമേൽ എണ്ണം അവരുടെ ഒരു ജ്ഞാനമണ്ഡലത്തിന്റെ വൈപുല്യം കണ്ടാൽ നമ്മൾ അന്തപ്പെട്ടു. അതിലെന്തെല്ലാം ഉണ്ട്? വൈദ്യശാസ്ത്ര ഗ്രന്ഥങ്ങളുണ്ട്, നോവലുകളുണ്ട്, കഥകളുണ്ട്, കവിതകളുണ്ട്, ഇങ്ങനെ തുടങ്ങി നമ്മൾ ഇന്ന് സാഹിത്യം എന്ന് വ്യവഹരിക്കുന്ന ഏതാണ്ട് എല്ലാ മേഖലകളിലും നമ്മുടെ പൂർവികർ വളരെ സമർത്ഥമായി സ്പർശിച്ചിരുന്നു എന്ന് നമുക്ക് കാണാൻ കഴിയും. 901 പുറത്തിറങ്ങി, ഞാൻ അതിന് കോപ്പി കൊണ്ടുവരാൻ മറന്നുപോയി, സലാഹുൽ ഇഖ്വാൻ എന്ന് പറയുന്ന ഒരു പത്രം, ഒരു ടാബ്ലോയിഡ് പത്രം, സി സൈതാലിക്കുട്ടി മാസ്റ്റർ തിരൂരിൽ നിന്ന് പുറത്തിറക്കിയ ഒരു പത്രം. 1899 മുതൽ 1905 വരെ ഇറങ്ങിയിരുന്ന ഒരു പത്രം. ആ പത്രം ശരിക്കും നമ്മുടെ ഇന്നത്തെ വർത്തമാന പത്രത്തിൻ്റെ അതേ രൂപവും മട്ടും കണ്ടന്റുകളുമുള്ള ഒരു ശരാശരി ഒരു വായനക്കാരൻ ആ കാലത്ത് അറിഞ്ഞിരിക്കേണ്ട വാർത്തകളും വിവരങ്ങളും അവലോകനങ്ങളും എല്ലാം ഉൾപ്പെട്ട ഒരു മനോഹരമായ പത്രം ആ കാലഘട്ടത്തിൽ ഇറങ്ങിയിരുന്നു എന്നുള്ള അവസ്ഥ. നമ്മുടെ ഏത് പത്രത്തോടും മത്സരിക്കാൻ കഴിയുന്ന പത്രം നമ്മുടെ പൂർവികർ നാട്ടിൽ നിന്ന് പുറത്തിറക്കിയിരുന്നു. അത് വലിയ ജനസാമാന്യത്തെ ആകർഷിക്കുകയും ചെയ്തിരുന്നു എന്നുള്ളതാണ്. ഈ കമ്മ്യൂണിറ്റിയുടെ വിഭവത്തിൽ, മൂലധനത്തിൽ പുറത്തിറങ്ങിയ ധാരാളം പ്രസിദ്ധീകരണങ്ങൾ. ഇപ്പോൾ ഹലീമ ബീബി മലയാളത്തിലെ തന്നെ ഏറ്റവും ആദ്യത്തെ പത്രാധിപയാണ്, പത്ര ഉടമയാണ് ഹലീമ ബീബി. ഹലീമ ബീബിയുടെ ഭാരത് ചന്ദ്രിക എന്ന് പറയുന്ന മാഗസിൻ വൈക്കം മുഹമ്മദ് ബഷീർ അതിന്റെ സബ് എഡിറ്റർ ആയിരുന്നു. അതിൽ ഇന്ന് നമ്മുടെ പ്രധാനപ്പെട്ട സാഹിത്യകാരന്മാരെല്ലാം എഴുതി വളർന്നത് അതിലാണ്. അതിൽ വൈക്കം മുഹമ്മദ് ബഷീർ അതിന്റെ എഡിറ്റർ ആയിരുന്നു. അപ്പോൾ അത് പൊൻകുന്നം വർക്കി, ONV, S കുത്തൻ നായർ തുടങ്ങിയ ആളുകളെല്ലാം അതിലെഴുതിയിരുന്നു. നമ്മുടെ ചന്ദ്രിക ആഴ്ചപ്പതിപ്പിൽ ഒരേ സമയം ആളുകുട്ടിയുടെയും M മുകുന്ദന്റെയും നോവലുകൾ ഒരേ സമയം പുറത്തിറങ്ങി 1940 കാലയളവിൽ. അപ്പൊ ഇങ്ങനെ ഒരു പശ്ചാത്തലം നമ്മുടെ കമ്മ്യൂണിറ്റിക്ക് ഉണ്ട് എന്നുള്ളതാണ്. അത് എവിടെയാണ് നമുക്ക് കൈമോശം വന്നത്? ആ ഒരു എഴുത്തിന്റെ ഒരു പാരമ്പര്യം എവിടെയാണ് ഈ കമ്മ്യൂണിറ്റിക്ക് നഷ്ടപ്പെട്ടത് എന്നുള്ളത് സംബന്ധിച്ച് വലിയ ആലോചനകൾ നമ്മൾ ഉണ്ടാവേണ്ടത്. അത് സമാന്തരമായി ഞാൻ പറഞ്ഞല്ലോ, നമ്മുടെ ഒരു തലമുറയുടെ അഭാവം മുഖ്യധാര എഴുത്ത് ലോകത്ത് നിഴലിക്കുന്നുണ്ട് എന്നുള്ളത്. ഞാൻ എൻ്റെ ഒരു ഗവേഷണത്തിൻ്റെ ഭാഗമായിട്ട്, അക്കാഡമിക്ക് വേണ്ടിയുള്ള ഗവേഷണത്തിൻ്റെ ഭാഗമായിട്ട് ഈ പ്രസിദ്ധീകരണങ്ങളുടെ ചരിത്രം പരിശോധിക്കുന്ന സമയത്ത് പ്രബോധനത്തിൻ്റെ ആർക്കൈവ് നോക്കി. പ്രബോധനത്തിൻ്റെ ആർക്കൈവ് നോക്കിയപ്പോൾ 1966 ഈ ഫെബ്രുവരി 17 ലക്കത്തിൽ ഇസ്ലാമിക സേവനത്തിൽ മുസ്ലിം സ്ത്രീകളുടെ പങ്ക് എന്ന വിഷയത്തിൽ TK സൈനബ എന്ന് പറയുന്ന ഒരു വിദ്യാർത്ഥിനി ഒരു ലേഖനങ്ങൾ. അപ്പോൾ നോക്കിയപ്പോൾ അവരടിയിൽ എഴുതുന്നത് മദ്രസത്തുൽ ബനാത്ത് ഇസ്ലാഹിയ ചേന്നമംഗലൂരിൽ, ഇവിടുത്തെ ഇസ്ലാഹിയയുടെ ബനാത്ത് കോളേജിൽ പഠിക്കുന്ന ഒരു കുട്ടിയാണ് അന്ന് ലേഖനം എഴുതിയത്. തൊട്ട് 2 മാസം കഴിഞ്ഞ് ഏപ്രിൽ ലക്കത്തിൽ നഫീസ എന്ന് പറയുന്ന ഒരു പെൺകുട്ടി സന്താന പരിപാലനവും സ്ത്രീകളും എന്ന വിഷയത്തിൽ ഒരു ലേഖനം. അവരും ഈ മദ്രസത്തുൽ ബനാത്തിലെ വിദ്യാർത്ഥിനിയാണ്. ഞാൻ ചോദിക്കട്ടെ, എൻ്റെ തലമുറയിൽ എന്നോട് തന്നെയാണ് ചോദിക്കുന്നത്, നമ്മുടെ തലമുറയിൽപ്പെട്ട എത്ര വിദ്യാർത്ഥികൾ മുഖ്യധാര ആനുകാലികങ്ങളിൽ എഴുത്തു വരുന്നുണ്ട് എന്നുള്ളത് നമ്മുടെ മുമ്പിൽ വലിയൊരു ചോദ്യചിഹ്നമാവേണ്ട സംഗതി. ഇത് പറയുമ്പോൾ തന്നെ നമ്മുടെ സഹോദര സംഘടനകളുടെ സ്ഥാപനങ്ങളിൽ നിന്നുള്ള എഴുത്തുകൾ, കുട്ടികളുടെ എഴുത്തുകൾ ധാരാളമായി വരുന്നുണ്ട് താനും. ഇപ്പോൾ വാഫി സ്ഥാപനങ്ങളുടെയൊക്കെ എഴുത്തുകൾ, അവരുടെ ഒരു സ്ട്രാറ്റജി, അധ്യാപകരുടെ വലിയ സപ്പോർട്ട് അവർക്ക് ഉണ്ടാകുന്നതുകൊണ്ടാവാം. ഇപ്പോൾ നമ്മുടെ ഭാരതീയമതിലൊരു ലേഖനം വന്നാൽ പിറ്റത്തെ ആഴ്ച പല സ്ഥാപനങ്ങളിൽ, ഈ വാഫി സ്ഥാപനങ്ങളിൽ കുട്ടികൾ നമുക്ക് നിരന്തരമായി കത്തുകൾ അയക്കണം. അപ്പോൾ നമ്മളത് എല്ലാ കത്തൊന്നും കൊടുക്കാൻ കഴിയില്ല, നമ്മൾ 2 കത്ത് കൊടുക്കും. അങ്ങനെ കുട്ടികൾ സ്ഥിരമായി കത്തുകൾ എഴുതുമ്പോൾ എഡിറ്റർക്ക് ഈ പേരിനോടൊരു അറ്റാച്ച്മെന്റ് ഉണ്ടാവും, സ്വാഭാവികമാണ്, സൈക്കോളജി, നമ്മളെപ്പോഴും കാണുന്ന പേര്. പിന്നെ ഈ കുട്ടി അയക്കുന്നത് ഒരു പുസ്തക റിവ്യൂ ആണ്, ഒരു പുസ്തക അവലോകനമാണ്. പിന്നെ ഈ കുട്ടി അയക്കുന്നത്, അപ്പോൾ നമ്മൾ വീണ്ടും കൂടി ഈ കുട്ടിയോട് അറ്റാച്ച് ചെയ്യും. നമുക്ക് തള്ളാൻ കഴിയില്ല, നല്ല എഴുത്താണ്. നമ്മൾ ഇപ്പോൾ അറബ് സാഹിത്യത്തെക്കുറിച്ചൊക്കെ ഇപ്പോൾ ഒരു കുട്ടി എഴുതിയത് 3 ലക്കം വാരാധിപത്യം വായിച്ചാൽ അറിയാം. ആ ദീവാനുൽ ഇസ്ബർത്തി എന്ന് പറയുന്ന ആ അറബ് ബുക്ക് ഓഫ് പ്രൈസ് നേടിയ ഒരു പുസ്തകത്തെക്കുറിച്ചാണ്. അപ്പോൾ കൊടുക്കാൻ നിർബന്ധിതരാണ്, നമ്മൾ കൊടുത്തേ പറ്റും. അപ്പോൾ ഈ കുട്ടികൾ മെല്ലെ എഴുതി കത്തിൽ നിന്ന് തുടങ്ങി മെല്ലെ അവർ എഴുത്തിൻ്റെ ലോകത്തേക്ക് വരികയാണെന്നുള്ളത്. അപ്പോൾ ആ ഒരു ടെൻഡൻസി നമ്മുടെ വിദ്യാർത്ഥികളിൽ നിന്ന് കൂടി
ഉണ്ടാവേണ്ടതുണ്ട്. അത്തരത്തിലുള്ള ഒരു പരിശീലന കളരിയായി എഴുത്തിൻ്റെ വലിയ ലോകത്തേക്ക് നിങ്ങൾക്കുള്ള പ്രവേശികയായി ഈ മാഗസിനുകളെ ഉപയോഗപ്പെടുത്തണം എന്നാണ് എനിക്ക് സൂചിപ്പിക്കാനുള്ളത്. തീർച്ചയായും അത് വലിയൊരു, ഞാൻ നേരത്തെ സൂചിപ്പിച്ച ഒരു നിശബ്ദ വിപ്ലവം, സർക്കാരിന് നമ്മളൊരു ഇന്റലക്ച്വൽ ജിഹാദ് എന്ന് പറയുന്നത് നമ്മൾക്കെതിരെ ഒരു ആക്രമണം ഉന്നയിക്കാറുണ്ട്. പൊതുവെ ബൗദ്ധികമായ ജിഹാദ് നടത്തുകയാണ് നമ്മൾ, ബൗദ്ധികമായ ധർമ്മസമരം നടത്തുകയാണ് നമ്മൾ എന്ന ആരോപണം നമ്മൾക്കെതിരെ ഉന്നയിക്കാറുണ്ട്. സത്യത്തിൽ അതിനെ വളരെ പോസിറ്റീവായി, അതിനെ വളരെ സർഗാത്മകമായി ഉൾക്കൊള്ളാൻ പുതിയ തലമുറ തയ്യാറാകുന്നിടത്താണ് യഥാർത്ഥ വിപ്ലവങ്ങൾ സംഭവിക്കുന്നത് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. ഇത് പറയുമ്പോൾ തന്നെ ഇപ്പോൾ ദിർലിസ് ഉറുത്തുർബൽ എന്ന് പറയുന്ന ഒരു വെബ് സീരീസ് പലരും കണ്ടു കാണും അല്ലേ? ഞാനത് 20 എപ്പിസോഡായി. അതൊരു തുർക്കിയിൽ നിന്ന് പുറത്തിറങ്ങിയ ഒരു വെബ് സീരീസാണ്. ഉസ്മാനിയ ഖിലാഫത്തിൻ്റെ ആവിർഭാവം, അതിൻ്റെ ഒരു പരിണാമം ഒക്കെ വ്യക്തമാക്കുന്ന വളരെ മനോഹരമായ ഒരു വെബ് സീരീസാണ്. നെറ്റ്ഫ്ലിക്സിലുണ്ട്, യൂട്യൂബിലൊക്കെ ഉണ്ട്. അതിൻ്റെ മലയാളം സബ് ടൈറ്റിലോടുകൂടി ലഭ്യമാണ്. അത് തുർക്കിയുടെ രാഷ്ട്രീയത്തിൽ ആ ഒരു വെബ് സീരീസ് ഉണ്ടാക്കിയ വിപ്ലവ മാറ്റം എന്ന് പറയുന്നത്, അത് സംബന്ധിച്ച പഠനങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഉർദുഗാന്റെ രാഷ്ട്രീയ വിജയത്തിൽ ഈ വെബ് സീരീസ് എത്രമാത്രം പങ്കുവഹിച്ചു. 2014 പുറത്തിറങ്ങിയത്, നമ്മളിപ്പോഴേ കാണുന്നുള്ളത് മാത്രം. പാകിസ്ഥാനിൽ അത് വലിയ ചലനങ്ങൾ സൃഷ്ടിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്താ സംഭവം? അവരവരുടെ പാരമ്പര്യത്തിലേക്ക് തിരിച്ചു പോവുകയും അതിനെക്കുറിച്ച് പഠിക്കുകയും അതിൽ നിന്ന് സാംസ്കാരികമായ ഊർജം, ഇന്ധനം ശേഖരിക്കുകയും ചെയ്യുന്നു എന്നുള്ളതാണ് പ്രധാനം. പക്ഷെ നമ്മൾക്ക് കൈമോശം വന്നിട്ടുള്ള ഒരു പ്രശ്നം എന്നുള്ളത്, നമ്മൾ അബ്ബാസികളെ കുറിച്ച് പഠിക്കുന്നു, അമവികളെ കുറിച്ച് കുട്ടികളെ പഠിപ്പിക്കുന്നു, നമ്മൾ നമ്മുടെ നാടിൻ്റെ ദേശചരിത്രം കുട്ടികൾക്ക് പഠിപ്പിക്കുന്നുണ്ടോ? നമ്മുടെ സിലബസിൽ അത് വരുന്നുണ്ടോ? നമ്മുടെ സിലബസിൽ പോർച്ചുഗീസുകാർക്കെതിരെ സാമൂതിരിയും മഖദൂമുമാരും കുഞ്ഞാലിമാരും ചേർന്ന് നടത്തിയ ഒരു മതേതരമായ വിപ്ലവത്തെക്കുറിച്ച് നമ്മൾ കുട്ടികളെ പഠിപ്പിക്കുന്നുണ്ടോ? ഇല്ല. നമ്മൾ നമ്മുടെ സാഹിത്യ ചരിത്രത്തെക്കുറിച്ച് പഠിപ്പിക്കുന്നുണ്ടോ? എന്തിനേറെ പറയുന്നത്, നമ്മുടെ മദ്രസകളിൽ നിന്ന് പോലും അറബി മലയാളം എന്ന് പറയുന്ന ഭാഷയെ നമ്മൾ ചവിട്ടി പുറത്താക്കിയില്ലേ? സത്യത്തിൽ വലിയൊരു ലോകത്തേക്കുള്ള ഒരു വഴിയായിരുന്നു ശരിക്കും ആ ഭാഷ എന്ന് പറയുന്നത്. നമ്മുടെ മുഖ്യധാര ചരിത്രകാരന്മാർ വലിയ പാറകളിൽ എഴുതി വെച്ച ലിഖിതങ്ങൾ വായിക്കുന്നു, എത്രമാത്രം കഷ്ടപ്പാടോടുകൂടി വലിയ പുരാരേഖകളൊക്കെ വായിക്കുന്നു. പക്ഷെ ഈ രേഖകൾ വായിക്കാനും അതിൽ നിന്ന് ചരിത്രം കണ്ടെത്താനും അവർ ശ്രമിക്കാറില്ല. പക്ഷെ ആ കണ്ടെത്തേണ്ടത് ആരുടെ ബാധ്യത? നമ്മുടെ ബാധ്യതയാണ് തീർച്ചയായും. പക്ഷെ നമ്മൾ ആ ഭാഷയിലേക്കുള്ള നമ്മുടെ പുതുതലമുറയുടെ പ്രവേശത്തെ പോലും കൊട്ടിയടച്ച് നിർത്തിയിരിക്കുന്നു എന്നുള്ളത് വളരെ ഖേദകരമായ കാര്യം. അതുപോലെ തന്നെ ഈ ചരിത്രം നമ്മൾ നമ്മുടെ തലമുറക്ക് പറഞ്ഞു കൊടുക്കുന്നില്ല. അപ്പോൾ മുഖ്യധാര ഡിഗ്രി സിലബസിലൊന്നും ഒരുപക്ഷെ കേരളത്തിൻ്റെ കമ്മ്യൂണിറ്റി, മക്കള കമ്മ്യൂണിറ്റിയുടെ പോരാട്ടത്തിൻ്റെ ചരിത്രം, സ്വാതന്ത്ര്യ സമരത്തിൻ്റെ ചരിത്രം, പോർച്ചുഗീസുകാർക്കെതിരെ, ഫ്രഞ്ചുകാർക്കെതിരെ, ബ്രിട്ടീഷുകാർക്കെതിരെ നടത്തിയ പോരാട്ടത്തിൻ്റെ ഐതിഹാസികമായ ചരിത്രം ഉണ്ടാവണമെന്ന് നമ്മൾ ശഠിക്കുന്നതിൽ ഈ ഒരു മുസ്ലിം വിരുദ്ധ പൊതുബോധം നിൽക്കുന്ന കാലത്ത് അതിൽ വലിയ അർത്ഥമില്ല. പക്ഷെ നമ്മളെ പോലെ സമാന്തര വിദ്യാഭ്യാസ സംവിധാനങ്ങൾക്ക് തീർച്ചയായും നമ്മുടെ സിലബസിൽ ഈ നാടിൻ്റെ ചരിത്രം, ഈ ദേശത്തിൻ്റെ ചരിത്രം, ഈ കമ്മ്യൂണിറ്റിയുടെ ഒരു പരിണാമം, അത് രാഷ്ട്രീയമായ പരിണാമം തീർച്ചയായിട്ടും ഉൾപ്പെടുത്താൻ കഴിയുന്നതാണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അത്തരത്തിലുള്ള ആലോചനകൾ തീർച്ചയായിട്ടും നമ്മുടെ പാരമ്പര്യത്തെ തിരിച്ചറിഞ്ഞുകൊണ്ടുള്ള ഒരു നീക്കത്തിൽ നിന്ന് മാത്രമേ വർത്തമാനത്തിലേക്ക്, ഭാവിയിലേക്ക് നമുക്ക് ചുവടുവെക്കാൻ കഴിയുള്ളൂ. പാരമ്പര്യത്തെ ഒരു ഇന്ധന സ്രോതസ്സായി കണക്കാക്കിക്കൊണ്ട് മാത്രമേ നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയും. അത് സാഹിത്യ ചരിത്രത്തിലും രാഷ്ട്രീയ ചരിത്രത്തിലും ഒക്കെ ബാധകമാണ്. ഏതായാലും അത്തരത്തിലുള്ള ആലോചനകൾ, ഇതിൽ ഭൂരിഭാഗവും അധ്യാപകരാണ് എന്ന നിലക്ക് ഞാൻ അത് സൂചിപ്പിക്കുന്നു മാത്രം. നമ്മുടെ പാഠ്യക്രമത്തിൽ, നമ്മുടെ ബോധന സമ്പ്രദായത്തിലൊക്കെ നിർബന്ധമായും ഉൾച്ചേരേണ്ട ഒന്നായി ഈ ഒരു സാഹിത്യ പാരമ്പര്യവും ഉൾക്കൊള്ളണം. അത് നമ്മുടെ പുതിയ തലമുറക്ക് വലിയ ആത്മവിശ്വാസം നൽകും, അവരുടെ എഴുത്തുകളെ കൂടുതൽ സർഗാത്മകമായും ആക്കും എന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല. ഒരിക്കൽ കൂടി ഈ മാഗസിൻ്റെ പ്രവർത്തകരെ അഭിനന്ദിച്ചുകൊണ്ട്, അവർക്ക് എല്ലാവിധ ആശംസകളും അർപ്പിച്ചുകൊണ്ട്, ഈ പരിപാടിക്ക് ആശംസകൾ അർപ്പിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി